പരിശോധന. OP ടിക്കറ്റ് നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന ബോട്ട് ഇടിച്ച് ചീന വലകൾ തകർന്നു. ശ്രീജേഷ്, സുന്ദരൻ, വിജയൻ എന്നിവരുടെ വലകളാണ് തകർന്നത്. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ മുനമ്പത്ത് നിരാഹാര സമരം തുടരുന്നു. ഭൂസംരക്ഷണ സമിതിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൈനോറിറ്റി വിഭാഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഐക്യദാർഢ്യം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ചക്രപ്പാടം ജൂബിലാൻഡ് ബ്രദേഴ്സ് ഓവറോൾ ചാമ്പ്യന്മാരായി. വോയ്സ് ഓഫ് പൊന്നാൻകുടം 2ാം സ്ഥാനവും പെരിഞ്ഞനം വെസ്റ്റ് സഹൃദയ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. 40ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാരായ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. പരിശീലകൻ അനിൽകുമാറിനെയും 5 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് നിഹാലിനെയും ആദരിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. നവംബർ 26-ന് ആരംഭിച്ച സമരം അവസാനിപ്പിച്ചത് സമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന്. അനശ്വര കഥകളി കലാകാരൻ ചെന്നിത്തല ചെല്ലപ്പൻ പിള്ളയുടെ 26ാമത് വാർഷിക അനുസ്മരണം ഡിസംബർ 8-ന് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങളും കലാപരിപാടികളും നടക്കും. കലാസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇത്. ആലപ്പുഴ BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂർ വെൺമണി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കും. നാളെ ഉച്ചയ്ക്ക് 1:30-ക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP സിൽവർ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും. ആലപ്പുഴയിൽ എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് പുതുവത്സര പരിപാടി 29-ന് നടത്തും. IHRD കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയാണ് പരിപാടി. ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ചെങ്ങന്നൂർ നിർവഹിച്ചു. മുനയം ബണ്ടിന്റെ പേരിൽ നാട്ടുകാരെയും കർഷകരെയും ജനപ്രതിനിധികൾ പറ്റിക്കുകയാണെന്ന് തൃശൂർ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ബണ്ട് കെട്ടുന്നത് പഴകിയ മുളയും മറ്റും ഉപയോഗിച്ചാണെന്നും നേതൃത്വം കൊടുത്തവർക്ക് എതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തൃശൂർ പാവറട്ടി പഞ്ചായത്തിൽ LDF നടത്തുന്നത് ജനവഞ്ചനയാണെന്ന് ആരോപിച്ച് പഞ്ചായത്ത് UDF കമ്മിറ്റി സമരത്തിലേക്ക്. പാവറട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ ധർണയും ഉപവാസവും നടത്തും. തൃശൂരിൽ ആസ്വാദകർക്ക് രാഗാലാപന മാധുര്യം പകർന്ന് സഹോദരിമാരുടെ സംഗീത കച്ചേരി. അനാഹിതയും അപൂർവയുമാണ് കച്ചേരി അവതരിപ്പിച്ചത്. ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ 8ാം ദിവസത്തെ ആദ്യത്തെ വിശേഷാൽ കച്ചേരിയായിരുന്നു ഇവരുടേത്.